താൻസാനിയയിലെ ദാറുസലാമിലുള്ള മകുംബുഷോ വില്ലേജ് മ്യൂസിയത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ രാജ്യത്തെ വൈവിധ്യമാർന്ന ഗോത്രവർഗ സംസ്കാരങ്ങളെ എല്ലാം ഒരിടത്ത് പരിചയപ്പെടാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള മ്യൂസിയങ്ങളെ പോലെ അടച്ചുപൂട്ടിയ ഒരു മ്യൂസിയമല്ല ഇതൊരു ഓപ്പൺ എയർ ഹെറിറ്റേജ് മ്യൂസിയമാണ്. ഈ രാജ്യത്തുള്ള എല്ലാ ഗോത്രവർഗ്ഗങ്ങളുടെയും പ്രധാനപ്പെട്ട എല്ലാ ഗോത്രവർഗ്ഗങ്ങളുടെയും യഥാർത്ഥ വീടുകളും ജീവിത രീതിയും കലയും സംഗീതം നൃത്തം എന്നിവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം മാതൃകകൾ, അവരുടെ വീടുകളുടെ കുടിലുകളുടെയൊക്കെ മാതൃകകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. വീടുകളുടെ മാതൃക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ പുറമോടി മാത്രമല്ല ഉള്ളത്. വീട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും, അതായത് അടുക്കള, കിടപ്പുമുറി, കാർഷിക ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം, ആ ഉപകരണങ്ങൾ, ഈ വേട്ടയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം ഇവിടെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു വീട്ടിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു വരാന്ത എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഒരു വശത്ത് അടുപ്പ് കൂട്ടാനായിട്ട് ഒരു 3 കല്ലുകൾ ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിൽ തീ കൂട്ടിയിട്ടായിരിക്കും അവർ പാചകം ചെയ്യുന്നത്. മണ്ണ് കൊണ്ട് തേച്ച വീടുകളാണ് എല്ലാം. കൂട്ടത്തിൽ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരുന്ന പുല്ലു മേഞ്ഞിട്ടുള്ള ആ ഒരു മേൽക്കൂരയാണ്. വീടുകൾക്കൊന്നും വാതിലിന് അടച്ചുറപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ഗസ്റ്റ് ആൾക്കാർക്കെല്ലാം വരുമ്പോൾ, ഗസ്റ്റുകളും അല്ലാതെ പഞ്ചായത്ത് പോലുള്ള സംഭവങ്ങളൊക്കെ കൂടുമ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കും. ഇവിടെ ഒരു ബോട്ട് ഇരിപ്പുണ്ട്. ഓരോ വീടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ ഓല മേഞ്ഞിരിക്കുന്ന ആ സ്റ്റൈലിലായിരിക്കും ഡിഫറൻസ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ ആ ഒരു ചുമരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്, അല്ലെങ്കിൽ ജനലിൻ്റെ ആ പ്രകാശം കയറാനുള്ള രീതി എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, അതൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ചില വീടുകളുടെ അകത്ത് മുറികളെ വേർതിരിക്കുന്നത് പനയോല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ ഒരു സെപ്പറേഷൻ കൊണ്ടാണ്, പാർട്ടീഷനാണ്. ചിലയിടത്താണെങ്കിൽ ചെളി കൊണ്ട് തേച്ചിട്ട് ഒരു മതിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് അവരുടെ പഴയൊരു വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിലും പാത്രങ്ങളും ചപ്പാത്തി പോലുള്ള സംഭവങ്ങൾ, ചപ്പാത്തിയൊന്നും ആയിരിക്കില്ല അവർ കഴിച്ചിട്ടുണ്ടാവുക, അതുപോലുള്ള സാധനങ്ങളൊക്കെ പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് യൂട്ടൻസിൽ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ വെള്ളം കുടിക്കുന്ന സാധനമൊക്കെ വച്ചിരിക്കുന്നത്. ഇത് ബെഡിൽ വിരിക്കുന്ന ഷീറ്റാണ് കേട്ടോ, നെയ്ത പോലെ തടിയൊക്കെ കൊണ്ട് കയറൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബെഡാണ്. ഓരോ കുടിലിൻ്റെ മുമ്പിലും അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ, ഇതിപ്പോൾ ഒരു താമസ സ്ഥലമല്ല, ഇത് ഗ്രെയിൻസ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ മുമ്പിൽ അതെന്താണ് ചെയ്യുന്നത്, എന്താണ് അത് സൂചിപ്പിക്കുന്നത്, ആ ഒരു ഇൻസ്റ്റലേഷൻ എന്ന് കൃത്യമായിട്ടും വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇത് കുറച്ച് റിച്ചായിട്ടൊക്കെ താമസിച്ചിരുന്ന ട്രൈബ്സിൻ്റെ ഒരു വീടാണ്. ചുമരിലെല്ലാം പലതരത്തിലുള്ള ഒരു ചിത്രരചനയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കിളികളും പൂക്കളും എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കയറാനായിട്ട് ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ട്. മാത്രമല്ല ഓരോ കാര്യങ്ങളെപ്പറ്റിയും വിശദമായിട്ട് അറിയാനായിട്ട് കുറച്ചുകൂടെ കാശ് കൊടുത്താൽ ഒരു ഗൈഡിൻ്റെ സേവനവും നമുക്ക് പ്രയോജനപ്പെടുത്താം.